ചെറിയ വലിയ അനുഭവം എന്ന് പറഞ്ഞൊന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് ട്ടോ. സനിതയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ വലിയ അനുഭവമാണ്. അപ്പം നമുക്കതൊരു വലിയ അനുഭവം തന്നെയാണ് ട്ടോ. അപ്പം ഞാൻ വേഗം വായിക്കാം, കേൾക്കാലോ. ഹരേ കൃഷ്ണ സാർ, ഞാൻ സനിതയാണേ. എനിക്ക് ചെറിയ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഗണേശ ജയന്തി ദിവസം രാവിലെ ഗണേശ അമ്പലത്തിൽ പോയി പൂജ ചെയ്ത് പ്രാർത്ഥിച്ചുട്ടോ. ഇവിടെ ഗണേശ ജയന്തി ആയതുകൊണ്ട് എല്ലാ ഗണേശ അമ്പലങ്ങളിലും അന്നദാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചു. തിരികെ വന്ന് വീടിന് പുറത്ത് ഒരു ഗണേശ അമ്പലമുണ്ട്, അവിടെ തൊഴുതു. അപ്പോൾ അവിടെ തൊഴാൻ വന്ന ഒരു ഭക്തയ്ക്ക് പ്രസാദം കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനും വിചാരിച്ചു, എനിക്ക് ഇത്തിരി കിട്ടിയിരുന്നെങ്കിലെന്ന്. ഞങ്ങൾക്ക് മതിലിനപ്പുറമാണ്, നേരിട്ട് പോകാൻ വഴിയില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി തൊഴാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആളുകൾ ഒരു പാത്രം നിറയെ അന്നപ്രസാദം ഞങ്ങൾക്ക് മതിലിന് മേലെ കൂടെ തന്നു. എനിക്ക് അത്ഭുതമായി പോയി. എല്ലാ ചതുർത്ഥിക്കും ഞങ്ങൾ ദിവസം നോക്കി തൊഴുന്ന ഗണേശനാണ്. അപ്പോഴൊന്നും തോന്നിയിട്ടില്ല പ്രസാദം വേണമെന്ന്. പക്ഷെ അന്ന് അങ്ങനെ തോന്നി. ഭഗവാൻ അത് ഒരു പാത്രം നിറയെ ഞങ്ങൾ പിറ്റേ ദിവസം അത് ചീത്തയായിട്ടേ ഇല്ല, ഒരു പൊടി കളയാതെ ഫുള്ളും കഴിച്ചു തീർത്തുട്ടോ. ഭഗവാന്റെ പ്രസാദം അതായിരുന്നു മനസ്സ് മുഴുവൻ. ഒത്തിരി നന്ദിയും ഗണേശനോട് പറഞ്ഞു. ഹരേ കൃഷ്ണ, രാധേ രാധേ. ഗണപതി ഭഗവാൻ എന്താ പറയേണ്ടത്, വളരെ ഇഷ്ടമാണ് കേട്ടോ ഗണപതിയുടെ ആ കുറുമ്പും. നമ്മൾ പാർവതിയുടെയും പരമശിവൻ്റെയും ചെറിയ ഉണ്ണിയായിട്ടാണ് ഗണപതിനെ എപ്പോഴും കാണുകയല്ലേ. അങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷം കൂടുതലാണ്. സുബ്രഹ്മണ്യൻ ചേട്ടനുണ്ട്, ചേട്ടനും അനിയനും അച്ഛനും അമ്മയും. ആ ഒരു സങ്കല്പം എത്ര മനോഹരമായ സങ്കല്പമാണ്. ഈ ഒരു അനുഭവം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ ഗണപതിനെ അങ്ങനെയാണ്, നമ്മൾ കൊച്ചു തലോടിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്താ പറയേണ്ടത്, ചേച്ചി പറഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായൊരു അനുഭവമായി. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ചോദ്യാലങ്കാര ദിവസവും പറയുന്നുണ്ട്, അതിന് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.